നമസ്കാരം. പിൻവാതിൽ നിയമനങ്ങൾക്കും ചട്ടവിരുദ്ധമായ അനധികൃത നിയമനങ്ങൾക്കുമൊക്കെ കുപ്രസിദ്ധി ആർജിച്ച ഒരു സർക്കാരാണ് പിണറായി വിജയൻ സർക്കാർ. അതുകൊണ്ട് തന്നെ അനധികൃത നിയമനങ്ങളെക്കുറിച്ചും പിൻവാതിൽ നിയമനങ്ങളെക്കുറിച്ചുമുള്ള വാർത്തകൾക്ക് ഇപ്പോൾ പ്രസക്തി തന്നെ നഷ്ടപ്പെട്ടിരിക്കുന്നു. എന്തായാലും അത്തരത്തിൽ ഒരു നിയമനമല്ല സത്യത്തിൽ വലിയ ഒരു ആശങ്ക സൃഷ്ടിക്കുന്ന PSCയെയും അതുപോലെ തന്നെ നിയമന ചട്ടങ്ങളെയുമൊക്കെ നോക്കുകുത്തിയാക്കിക്കൊണ്ടുള്ള മറ്റൊരു അനധികൃത നിയമനത്തിൻ്റെ വാർത്തയാണ് ഇപ്പോൾ തത്തുമയി ന്യൂസ് പുറത്തുവിടുന്നത്. തത്തുമയി എക്സ്ക്ലൂസീവായി തന്നെ ഈ വാർത്ത പുറത്തുവിടുകയാണ്. അതായത് PSC വഴി നടന്നിരിക്കുന്ന ഒരു നിയമനമാണ് ഇത്തരത്തിൽ ചട്ടവിരുദ്ധം എന്നിപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. അതായത് സംസ്കൃത കോളേജിൽ അസിസ്റ്റൻറ്റ് പ്രൊഫസർ നിയമനമാണ് ഈ രീതിയിൽ ഇപ്പോൾ ചട്ടവിരുദ്ധമായി നിയമനം നടത്തിയിരിക്കുന്നത്. ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതായത് അസിസ്റ്റൻറ്റ് പ്രൊഫസർ തസ്തികയിലേക്ക് ഇപ്പോൾ നിയമനം നടത്താനായി പുറത്തുവിട്ടിരിക്കുന്ന ഇൻ്റർവ്യൂ ലിസ്റ്റാണ്. അതിൽ ഈ അടയാളപ്പെടുത്തിയിരിക്കുന്ന ഭാഗമാണ് ഇപ്പോൾ ഈ അനധികൃതമായി കണ്ടെത്തിയിരിക്കുന്നത്. അസിസ്റ്റൻറ്റ് പ്രൊഫസർ ഇൻ സാൻസ്ക്രിറ്റ് ജ്യോതിഷ്യ ഫസ്റ്റ് NCA മുസ്ലിം ഇൻ കേരള കോളേജിയറ്റ് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് എന്ന ഒരു തലക്കെട്ടിലാണ്. കാറ്റഗറി നമ്പർ 735/22. അതിൽ ഇൻ്റർവ്യൂവിന് എത്തിയിരിക്കുന്നത് ഒരേ ഒരു വിദ്യാർത്ഥിയാണ് എന്ന് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം. ആ വിദ്യാർത്ഥിയെ തന്നെ തൊട്ട് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ, അതായത് കഴിഞ്ഞ മാസം 3-ാം തീയതി ഇത്തരത്തിൽ ഒരു നിയമനത്തിനായിട്ടുള്ള ഇൻ്റർവ്യൂ വരുന്നു. 18-ാം തീയതി തന്നെ അതിവേഗതയിൽ റെക്കോർഡ് വേഗതയിൽ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ്. ഈ റാങ്ക് ലിസ്റ്റ് അനുസരിച്ച് ഒരാൾ തന്നെയാണ് ഇൻ്റർവ്യൂവിൽ പങ്കെടുത്തത്. അയാളെ തന്നെ ഈ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഷബ്ന T താജ് എന്നാണ് ആ ഉദ്യോഗാർത്ഥിയുടെ പേര്. ഈ കാറ്റഗറിയിൽ MPhil PhD റിമാർക്കോടുകൂടി ഇപ്പോൾ ഈ തസ്തികയിലേക്ക്, അതായത് അസിസ്റ്റൻറ്റ് പ്രൊഫസർ ജ്യോതിഷ തസ്തികയിലേക്ക് ഇപ്പോൾ നിയമനം നേടിയിരിക്കുകയാണ്. ഇതിലെ ക്രമക്കേട് എന്താണെന്ന് വെച്ചാൽ, ഈ പറയുന്നത് പോലെ സംസ്കൃതത്തിന് നിരവധി പഠന ശാഖകളുണ്ട്. അതായത് ന്യായം, സാഹിത്യം, വ്യാകരണം, വേദാന്തം, ജ്യോതിഷം എന്നിങ്ങനെയുള്ള സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള നിരവധി പഠന ശാഖകളുണ്ട്. ജനറൽ സംസ്കൃതം പഠിച്ച ഒരാൾക്കൊരു കാരണവശാലും ഈ പറയുന്ന സ്പെഷ്യലിസ്റ്റ് തസ്തികയിലേക്ക് നിയമനം നേടാൻ സാധ്യമല്ല എന്നുള്ളതാണ്. ഇത് 1994 ഗവൺമെൻറ് സ്പെഷ്യൽ റൂൾ പ്രകാരം സംസ്കൃതത്തിലെ സ്പെഷ്യൽ വിഷയങ്ങളായ സാഹിത്യം, വ്യാകരണം, ന്യായം, വേദാന്തം അതുപോലെ തന്നെ ജ്യോതിഷം എന്നീ വിഷയങ്ങളിൽ കോളേജ് തലത്തിൽ BA MA ബിരുദ കോഴ്സുകൾ പഠിപ്പിക്കുന്നതിനായി അസിസ്റ്റൻറ്റ് പ്രൊഫസർമാരെ ആവശ്യമായി വരുമ്പോൾ അതാത് വിഷയങ്ങളിൽ ബിരുദാനന്തര ബിരുദം നേടിയവരെ മാത്രമേ നിയമിക്കാൻ പാടുള്ളൂ എന്നാണ് ചട്ടം. എന്നാൽ ഇപ്പോൾ തിരഞ്ഞെടുത്തിരിക്കുന്ന ഈ ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ജ്യോതിഷം ഒരു ഘട്ടത്തിലും പഠിച്ചിട്ടില്ലാത്ത ഒരു ഉദ്യോഗാർത്ഥിയെയാണ് ഇപ്പോൾ നിയമിച്ചിരിക്കുന്നത്. ഇത് തീർച്ചയായും അനധികൃത നിയമനമാണ്. ഇതിൽ കള്ളക്കളിയുണ്ട് എന്നതാണ് ഇപ്പോൾ തെളിയുന്നത്. അതായത് ഈ ഉദ്യോഗാർത്ഥിയുടെ യോഗ്യത എന്നത് ബിരുദ തലത്തിൽ ജിയോളജി പഠിച്ചയാളാണ്, ബിരുദാനന്തര ബിരുദ തലത്തിൽ സംസ്കൃതം പഠിച്ചയാളാണ്. അത് ജനറൽ സംസ്കൃതമാണ് മാത്രം പഠിച്ചിരിക്കുന്നത്. അതായത് ഈ പറയുന്ന ജ്യോതിഷം ഒരു വിഷയമേ അല്ലാത്തതാണ് ഈ ജനറൽ സംസ്കൃതം. അതുകൊണ്ട് തന്നെ ഈ വിഷയം പഠിച്ചിട്ടില്ലാത്ത, ഈ ജ്യോതിഷത്തിൽ ബിരുദമോ ബിരുദാനന്തര ബിരുദവും നേടിയ ആളായിരിക്കണം അസിസ്റ്റൻറ്റ് പ്രൊഫസർ തസ്തികയിലേക്ക് നിയമിക്കപ്പെടേണ്ടത് എന്നിരിക്കെ ഒരേ ഒരാൾ മാത്രം ഇൻ്റർവ്യൂവിനെത്തുന്നു. അയാൾക്ക് ഈ യോഗ്യത ഇല്ലാതിരുന്നിട്ടുകൂടി ബിരുദ തലത്തിൽ ജിയോളജി പഠിക്കുകയും ബിരുദാനന്തര ബിരുദതലത്തിൽ മാത്രം സംസ്കൃതം ജനറലായി പഠിക്കുകയും ചെയ്ത ഒരു ഉദ്യോഗാർത്ഥിയെ യോഗ്യതകളൊന്നുമില്ലാതെ ചട്ടവിരുദ്ധമായി നിയമിച്ചിരിക്കുന്നു എന്നാണ് ഈ രേഖകൾ തെളിയിക്കുന്നത്. ഇത് തീർച്ചയായും അനധികൃത നിയമനം ആണ് എന്ന് പ്രഥമ ദൃഷ്ട്യാ വ്യക്തമാണ്. ഒരേ ഒരു ഉദ്യോഗാർത്ഥി മാത്രമാണ് ഈ ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കുന്നത്. ആ ഉദ്യോഗാർത്ഥിക്ക് നിയമനവും നൽകിയിരിക്കുന്നു, അതും റെക്കോർഡ് വേഗതയിൽ. 3-ാം തീയതി ഇൻ്റർവ്യൂ നടക്കുന്നു, 18-ാം തീയതി തന്നെ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നു, ഉടൻ നിയമനം നടത്താനും നീക്കം നടക്കുന്നു. എന്തുകൊണ്ടാണ് ഈ അസാധാരണ നീക്കം? നേരത്തെ തത്തുമയി തന്നെ പുറത്തുവിട്ട ഒരു വാർത്തയുണ്ടായിരുന്നു. ദേവസ്വം ബോർഡ് PRO നിയമനം, അതും വിവാദത്തിലായ ഒരു വാർത്തയാണ്. ആ
ദേവസ്വം ബോർഡ് PRO നിയമനത്തിലും ഉദ്യോഗാർത്ഥിക്ക് പരീക്ഷ കഴിഞ്ഞ് റാങ്ക് ലിസ്റ്റ് പുറത്തു വന്ന് 3-4 ദിവസങ്ങൾക്കുള്ളിൽ തന്നെ നിയമനം നൽകിയ കാഴ്ച നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ റെക്കോർഡ് വേഗത്തിലാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള അനധികൃത നിയമനങ്ങൾ നടക്കുന്നത്. അതിൻ്റെ ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യം നമുക്കറിയാം. ഇപ്പോൾ നമ്മുടെ മാധ്യമങ്ങൾ മുഴുവൻ മറ്റു പല മേഖലകളിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുകയാണ്. പ്രത്യേകിച്ചും രക്ഷാപ്രവർത്തനവും ദുരന്തവും ഒക്കെയായി മാധ്യമങ്ങൾ വളരെയധികം തിരക്കിലാണ്. ആമയിഴഞ്ചാൻ തോട്ടിൽ ജോയിയുടെ മരണം, അതിനുശേഷം ഷിരൂരിലെ മണ്ണിടിച്ചിൽ, അതിനുശേഷം ഇപ്പോൾ ഇതാ വയനാട്ടിലെ രക്ഷാപ്രവർത്തനം, ഉരുൾപൊട്ടൽ, ഇതിലൊക്കെയായി മാധ്യമങ്ങൾ മുഴുവൻ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്ന സമയത്ത്, മാധ്യമ ശ്രദ്ധ ഇല്ലാതിരിക്കുന്ന സമയത്ത് ഇത്തരത്തിൽ നിയമങ്ങളെ നോക്കുകുത്തിയാക്കിക്കൊണ്ട് ലക്ഷക്കണക്കിന് അല്ലെങ്കിൽ 10,000-കണക്കിന് ഉദ്യോഗാർത്ഥികൾ ഇവിടെ ഉറക്കമിളച്ച് ഒരു സർക്കാർ ജോലിക്കായി കാത്തിരിക്കുന്ന സമയത്ത് അനധികൃതമായി ഇഷ്ടക്കാരെ തിരികെ കയറ്റുകയാണ് സർക്കാർ എന്നാണ് ഈ രേഖകളിൽ തെളിയിക്കുന്നത്. ഇത്തരത്തിൽ ഒരു വലിയ അനധികൃത നിയമനം കൂടി ഇതാ പുറത്തു വരികയാണ്. ഈ നിയമനത്തിൻ്റെ അല്ലെങ്കിൽ വളരെ വേഗതയിൽ നടക്കുന്ന ഇത്തരത്തിലുള്ള നിയമനത്തിൻ്റെ ഉദ്ദേശം തന്നെ അത് ഒരു തരത്തിൽ ഈ സംസ്കൃത കോളേജ്, അത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോളേജാണ്, നാറ്റിൻ്റെ A++ അംഗീകാരമുള്ള ഒരു കോളേജാണ്. ഇവിടെയാണ് ഇത്തരത്തിൽ ജ്യോതിഷ ഡിപ്പാർട്ട്മെൻറ്റിനെ തന്നെ അല്ലെങ്കിൽ ആ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാവിയെ തന്നെ ബാധിക്കുന്ന തരത്തിലുള്ള തീരുമാനങ്ങളും നിയമനങ്ങളും സർക്കാർ നടത്തുന്നത്. ഇത്തരത്തിലുള്ള ആളുകൾ ജ്യോതിഷം ഒരു പേപ്പറായി പോലും ഇതുവരെയും പഠിച്ചിട്ടില്ലാത്ത ആളുകൾ ജ്യോതിഷം പഠിപ്പിക്കാനായി അസിസ്റ്റന്റ് പ്രൊഫസർ തസ്തികയിലേക്ക് വരുമ്പോൾ തീർച്ചയായും ആ കോഴ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ ഭാവി അത് വളരെയധികം അപകടത്തിലാകുന്നു. ഇങ്ങനെയുള്ളവർ പഠിപ്പിക്കുമ്പോൾ നിലവാരം കുറഞ്ഞു പോകുന്നു. ആ സമയത്ത് കൂടുതൽ ആരും വിദ്യാർത്ഥികൾ ഈ ജ്യോതിഷം മേഖല പഠന മേഖലയായി തിരഞ്ഞെടുക്കാതെ വരും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ജ്യോതിഷം ഡിപ്പാർട്ട്മെൻറ്റ് അടച്ചു പൂട്ടാം ഒരു പ്രയാസവുമില്ലാതെ എന്നുള്ളതാണ് ഈ ഇത്തരത്തിലുള്ള നിയമനങ്ങൾ നടത്തുന്നത് കൊണ്ടുള്ള മറ്റൊരു ഗുണം. അതായത് ഈ നിയമനങ്ങൾ നടത്തുന്ന ഗൂഢാലോചനക്കാരുടെ മറ്റൊരു ഗുണം അതാണ്. അവർ കണ്ടുപിടിച്ചിരിക്കുന്ന ഒരു ലക്ഷ്യവും അതുതന്നെയാണ്. ഈ രീതിയിൽ സംസ്കൃത വിദ്യാഭ്യാസത്തെ, പ്രത്യേകിച്ചും ജ്യോതിഷവും വേദാന്തവും ന്യായവും പോലുള്ള മേഖലകളെയൊക്കെ തകർത്ത് കളയുന്ന രീതിയിലുള്ള നിയമനങ്ങളാണ് ഇപ്പോൾ ഈ സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ രേഖകളിലൂടെ പുറത്തു വരുന്നതും അത്തരത്തിലുള്ള ഞെട്ടിക്കുന്ന ഒരു വാർത്തയുമാണ്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. പവേർഡ് ബൈ ജ്യോതിസ്, realizing your dream home. Our ongoing luxury apartments projects are Crown near Karivattam, The Square near UST Global, White Manor near Attigal Ambalathara, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Jyotis Building Promoters Private Limited, Thiruvananthapuram.